നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് ആയിട്ടുള്ള ഓർത്തോ നോർമൽ സെറ്റ് അല്ലെങ്കിൽ ഓർത്തോഗണൽ ഫംഗ്ഷൻസ് എന്നുള്ള കളക്ഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ഗിവൺ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് തന്നിട്ട് ആ ഫംഗ്ഷൻസിന്റെ ഓർത്തോഗണാലിറ്റി എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഒരു സീരീസ് ഡെവലപ്പ് ചെയ്യാണ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം. ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അതിലൊരു ഓർത്തോഗണൽ സീരീസ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. ആ ഒരു സീരീസിന്റെ ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ആ സീരീസിനെ പർട്ടിക്കുലർലി വിളിക്കുന്ന പേരാണ് ഫൊറിയർ സീരീസ്. സോ സീരീസിന്റെ ഡെവലപ്മെന്റ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സീരീസ് എന്താണ്, അതുമായിട്ടുള്ള തിയററ്റിക്കൽ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫൊറിയർ സീരീസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. The Fourier series is defined by if f is a function defined on the interval minus p, then the Fourier series of f is given by integral a naught by 2 plus summation n equal to 1 to infinity an cos n pi by p into x plus bn sin n pi dx. സോ ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള സീരീസിനെയാണ് നമ്മൾ ഫൊറിയർ സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഫൊറിയർ സീരീസ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണണം? എ നോട്ട് ആരാന്ന് അറിയണം, എ എൻ ആരാന്ന് അറിയണം, ബി എൻ ആരാന്ന് അറിയണം. അത് മൂന്നും കൂടി കിട്ടിയാൽ നമുക്ക് ആ ഫൊറിയർ സീരീസ് എന്താന്ന് കിട്ടും. എ നോട്ട് ഈസ് ഡിഫൈൻഡ് ബൈ 1 by p integral minus p to p f of x dx and an is defined by 1 by p integral minus p to p f of x cos n pi by p x dx and bn is defined by 1 by p minus p to p f of x sin n pi b x dx. സോ ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള സീരീസിനെ വിളിക്കുന്ന പേരാണ് ഫൊറിയർ സീരീസ്. ഈ ഒരു സീരീസിന്റെ ഡെവലപ്മെന്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതിന്റെ ഡിസ്കഷൻ ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള സീരീസിനെ ഫൊറിയർ സീരീസ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ ഫൊറിയർ സീരീസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് expand f of x is equal to 0 if x is from minus pi to 0 and y minus x if x varies from 0 to pi. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ടോട്ടലി മൈനസ് പൈ മുതൽ പൈ വരെയാണ്. അതിൽ പൈ മൈനസ് പൈ ടു സീറോന്റെ വാല്യൂ 0യും 0 മുതൽ പൈ വരെയുള്ള വാല്യൂ പൈ മൈനസ് എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗിവൺ കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഫൊറിയർ സീരീസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം? എ നോട്ട് ഇവാലുവേറ്റ് ചെയ്യണം, എ എൻ ഇവാലുവേറ്റ് ചെയ്യണം, ബി എന്നും ഇവാലുവേറ്റ് ചെയ്യണം. അത് മൂന്നും ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഫൈനൽ ഫോർമുല ആയിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എ നോട്ടിന്റെ ഇക്വേഷൻ നോക്കാം. എ നോട്ട് ഈസ് ഗിവൺ ബൈ 1 by p minus p to p f of x dx. ഇവിടെ p ആരാണ്? മൈനസ് പൈ മുതൽ പൈ വരെയാണ്. സോ p is pi. Therefore the expression a naught will become 1 by pi minus pi to pi f of x dx. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഫ് ഓഫ് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഓഫ് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടലി ഫംഗ്ഷന്റെ വാല്യൂ എന്തല്ല, മൈനസ് പൈ മുതൽ പൈ വരെ ഫംഗ്ഷന്റെ വാല്യൂ ഒരേ വാല്യൂ അല്ല. മൈനസ് പൈ മുതൽ 0 വരെ 0യും 0 മുതൽ പൈ വരെ പൈ മൈനസ് എക്സും ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 by pi മൈനസ് പൈ മുതൽ 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 കൊടുത്തു, 0 മുതൽ പൈ വരെ ഫംഗ്ഷന്റെ വാല്യൂ പൈ മൈനസ് എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന്റെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 0ന്റെ ഇന്റഗ്രൽ 0, therefore ഫസ്റ്റ് ഇന്റഗ്രൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് ഇന്റഗ്രൽ പൈ മൈനസ് എക്സ് ആണ്. പൈ മൈനസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പൈ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പൈ ഇൻറ്റു എക്സ് വരും. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ബൈ 2 വരും. സോ ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ആൻഡ് ലിമിറ്റ് വേരിയസ് ഫ്രം 0 to പൈ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റും കൊടുക്കുക, ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുന്ന സമയത്ത് പൈ ഇൻറ്റു പൈ വരും. എക്സിനാണ് നമ്മൾ പൈ കൊടുക്കുന്നത്. സോ പൈ ഇൻറ്റു പൈ പൈ സ്ക്വയർ വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പൈ സ്ക്വയർ ബൈ 2 വരും. ഇനി ലോവർ ലിമിറ്റ് pi into 0 0 0 square by 2 0
So totally pi square minus pi square by 2 minus 0 വരും. Pi square ന്ന് pi square by 2. അതായത് ഒന്നിന്ന് അതിന്റെ ഹാഫ് പോയാൽ ബാക്കി ഹാഫ് ഉണ്ടാവും. Pi square by 2 വരും. പുറത്തൊരു 1 by pi ഉണ്ട്. So 1 by pi into pi square by 2 which is equal to pi by 2. Therefore we have a naught is equal to pi by 2. Now the an can be evaluated by the equation 1 by pi integral minus pi to pi f of x cos nx dx. അവിടെ cos nx വരാനുള്ള കാരണം നമ്മുടെ കയ്യിലുള്ള ഫോർമുല cos n pi by p into x ആണ്. ഇവിടെ p ആരാ വരുന്നത്? pi ആണ് വരുന്നത്. സോ p നെ നമ്മൾ pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പൈയും പൈയും ക്യാൻസൽ ചെയ്തിട്ട് ടോട്ടലി cos nx എന്ന് വരും. സോ an can be evaluated by minus pi to pi f of x cos nx dx. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? f of x നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f of x നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് പൈ മുതൽ 0 വരെ 0യും വരും, പൈ മുതൽ 0 വരെ pi minus x ഉം വരും. So that will be equal to 1 by pi integral minus pi to 0 0 dx plus pi to 0 pi minus x into cos nx dx. അതിലെ ഫസ്റ്റ് ഇന്റഗ്രൽ ആരാണ്? 0 നാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. 0 ന്റെ ഇന്റഗ്രൽ 0 ആയിട്ട് മാറും. സെക്കൻഡ് ഇന്റഗ്രലും pi minus x into cos nx എന്നുള്ളതാണ്. അതിലെ pi minus x എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആയിട്ടും cos nx എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആയിട്ടും ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഇന്റഗ്രലിനെ നമുക്ക് ഏത് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് യു ബി എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രലിന്റെ പ്രോഡക്റ്റ് റൂൾ പ്രകാരം ഇന്റഗ്രൽ ഓഫ് യു ബി ഈസ് ഡിഫൈൻഡ് ബൈ യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി. ഓക്കെ, സോ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടലി പുറത്ത് ആരുണ്ട്? ഒരു 1 by pi ഉണ്ട്. യു എന്നുള്ളത് ആരായിട്ട് ട്രീറ്റ് ചെയ്യുക? pi minus x ആക്കി ട്രീറ്റ് ചെയ്യുക. സോ pi minus x യു ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇനി ഇന്റഗ്രൽ ഓഫ് വി cos nx നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കോസിന്റെ ഇന്റഗ്രൽ സൈൻ വരും. സോ cos nx വരുന്ന സമയത്ത് സൈൻ nx ബൈ ആ കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ n വരും. ആൻഡ് ലിമിറ്റ് ഫ്രം 0 to pi അല്ലല്ലോ, pi to 0 അല്ലേ? ലിമിറ്റ് 0 to pi ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോട്ടലി 0 മുതൽ pi വരെ മൈനസ് ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു. യു എന്ന് പറഞ്ഞാൽ ആരാണ്? pi minus x. സോ pi minus x ന്റെ ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് pi കോൺസ്റ്റന്റ് ആണ്. പൈന്റെ ഡെറിവേറ്റീവ് ആര് വരും? 0 വരും. x ന്റെ ഡെറിവേറ്റീവ് ആര് വരും? -1 വരും. സോ -1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി ഇന്റഗ്രൽ ഓഫ് വി എന്നുണ്ട്. ഇന്റഗ്രൽ ഓഫ് വി എന്ന് പറഞ്ഞാൽ cos nx ന്റെ ഇന്റഗ്രൽ sin nx ബൈ n ഇൻറ്റു ഡി എക്സ് വരും. ആൻഡ് ലിമിറ്റ് ഫ്രം 0 to pi. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഇന്റഗ്രലിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ ലിമിറ്റ് പൈ കൊടുക്കുന്ന സമയത്ത് pi minus pi വരും. ദാറ്റ് മീൻസ് 0 into sin n pi by n വരും. അപ്പൊ ഇതിന്റെ വാല്യൂ 0 ആയിട്ട് മാറും. നെക്സ്റ്റ് 0 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് pi എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് pi minus pi that is equal to 0. നെക്സ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് 0 അല്ലേ? 0 into sin n pi by n എക്സിന് നമ്മൾ ടോട്ടലി പൈ കൊടുക്കുന്ന സമയത്ത് pi minus pi വരും. pi minus pi എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പൊ 0 into sin n pi by n ടോട്ടലി 0 എന്ന് എഴുതാം. ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 കൊടുക്കുന്ന സമയത്ത് pi minus 0 that is equal to pi into sin n into x ന് പകരം 0 കൊടുക്കുക. സോ sin n0 by n. ഫസ്റ്റ് എക്സ്പ്രഷനിൽ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്ന സമയത്ത് 0 minus pi sin n0 by n എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതുക ചെയ്തത്.
മൈനസ് ഇൻറ്റു മൈനസ്, ആ ടോട്ടലി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. n എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ 1/n നെ ഇന്റഗ്രലിന്റെ ഔട്ട് സൈഡ് എടുക്കാം, 1/n വരും. ഇന്റഗ്രൽ 0 to π, ഇനി sin nx എന്നുള്ളത് ഇന്റഗ്രലിന്റെ ഉള്ളിൽ വരും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഇന്റഗ്രലും കൂടി ഇവാലുവേറ്റ് ചെയ്യണം. സോ ഫൈനൽ എക്സ്പ്രഷനും 1/π sin 0 ന്റെ വാല്യൂ 0, therefore this expression will be equal to 0. ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. പ്ലസ് 1/n sin nx നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് കോസ് nx വരും. സോ രണ്ടാമത്തെ ഇന്റഗ്രലിൽ നമുക്ക് മൈനസ് കോസ് nx/n കിട്ടി. സോ അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോസ് nx ന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, കോസ് nπ വരും. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് x π ആയിട്ട് മാറും. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് x 0 ആയിട്ട് മാറും. സോ കോസ് n ഇൻറ്റു 0 നെ കോസ് 0 എന്ന് എഴുതാം, കോസ് n ഇൻറ്റു പൈ നെ കോസ് nπ എന്ന് എഴുതി. അവിടെ നമുക്കൊരു മൈനസ്, ടോട്ടലി മൈനസ് ഉണ്ട്. ആ മൈനസിനെയും 1/n നെയും നമുക്ക് 1/n² നെയും ടോട്ടലി നമുക്ക് ഔട്ട്സൈഡ് എടുത്താൽ മൈനസ് 1/n² പൈ കോസ് nπ മൈനസ് കോസ് 0 എന്ന് വരും. നൗ the value of cos 0 is equal to 1 and the value of cos nπ is minus 1 power n. cos nπ യുടെ വാല്യൂസ് വരുന്നത് cos n ന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് cos π വരും. π എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസിലാണ് വരിക? 180 ഡിഗ്രി വരും. n ന്റെ വാല്യൂ 2 ആകുന്ന സമയത്ത് 2π വരും. n ന്റെ വാല്യൂ 3 ആകുന്ന സമയത്ത് 3π, n ന്റെ വാല്യൂ 4 ആകുന്ന സമയത്ത് 4π. സോ രണ്ട് സ്ഥലത്താണ് വരിക. ഒന്ന് 2π 4π എന്നുള്ള വാല്യൂസ്, അതൊക്കെ ആർക്ക് കറസ്പോണ്ടിങ് ആണ്? കോസ് 0 ന്റെ വാല്യൂവിന് സെയിം ആണ്, ദാറ്റ് മീൻസ് 1. രണ്ടാമത്തതൊക്കെ ഒരു 180 റൊട്ടേഷൻ എടുത്തിട്ട് π, 3π, 5π ഓഡ് പൈകൾ വരും. ആ സമയത്തൊക്കെ ഇതിന്റെ വാല്യൂ മൈനസ് 1 വരും. സോ ടോട്ടലി കോസ് nπ യുടെ വാല്യൂ ഈ പൊസിഷനിലാണെങ്കിൽ 1 വരും. ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഈ പൊസിഷനിൽ എത്തുന്ന സമയത്ത് മൈനസ് 1 വരും. സോ ടോട്ടലി അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? മൈനസ് 1 പവർ n ഓഡ് ആകുന്ന സമയത്ത് മൈനസ് 1 പവർ n ഓഡ് ആകുന്ന സമയത്ത് മൈനസ് 1 ഉം n ഈവൻ ആകുന്ന സമയത്ത് 1 വരും. സോ നമുക്ക് കോസ് 0 ന്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കോസ് nπ യുടെ വാല്യൂ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് 1 പവർ n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടലി പുറത്തൊരു ആരുണ്ട്? മൈനസ് ഉണ്ട്. ആ മൈനസിന് ഉള്ളിൽ കൊടുക്കുന്ന സമയത്ത് കോസ് 0 ന്റെ വാല്യൂ എന്തായിട്ട് മാറും? കോസ് 0 ന്റെ വാല്യൂ 1 ഉം ആ മൈനസും കൂടി ടോട്ടലി പ്ലസ് 1 ആയിട്ട് മാറും. സോ 1 വരും. ആൻഡ് കോസ് nπ യുടെ വാല്യൂ മൈനസ് കോസ് nπ ആയിട്ട് വരും. ദാറ്റ് മീൻസ് മൈനസ് 1 പവർ n ആൻഡ് ഡിവൈഡഡ് ബൈ n² π. സോ an is equal to 1 minus 1 power n divided by n² π. ഇനി ഇതിനെ വേണമെങ്കിൽ an നെ വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്ത് എങ്ങനെ എഴുതാം? n ന്റെ വാല്യൂ ഓഡ് ആകുന്ന സമയത്ത് മൈനസ് 1 പവർ n ന്റെ വാല്യൂ എന്തായിട്ട് മാറും? മൈനസ് 1 പവർ n ഓഡ് ആകുന്ന സമയത്ത് മൈനസ് 1 വരും. സോ an is equal to 1 മൈനസ് 1 വരും. 2 ഡിവൈഡഡ് ബൈ n² π ആയിട്ട് മാറും. n ഈവൻ ആകുന്ന സമയത്ത് മൈനസ് 1 പവർ n ന്റെ വാല്യൂ 1 ആയിട്ട് മാറും. സോ മുകളിൽ എന്തായിട്ട് വരും? 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ an ഈക്വൽ ടു 0 if n is even and an equal to 2 by n² if n is odd. ആ ഒരു രൂപത്തിലും നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാം. ഇനി നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ടുള്ള f of x ആണെങ്കിൽ ആരും കൂടി ഇവാലുവേറ്റ് ചെയ്താൽ മതി. bn ഉം കൂടി ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി f of x കാണാൻ നമുക്ക് ഫൈനലി bn ന്റെ കൂടി ഇവാലുവേഷൻ മതി. bn കാണാനുള്ള ഇക്വേഷൻ 1/π ഇന്റഗ്രൽ മൈനസ് π to π f of x into sin nπ by p വരും. ഇവിടെ p യുടെ വാല്യൂ π ആണ്. സോ sin nπ by π x dx വരും. π നെ ക്യാൻസൽ ചെയ്താൽ ടോട്ടലി നമുക്ക് sin nx dx വരും. അപ്പൊ ടോട്ടലി ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ? മൈനസ് π to π f of x into sin nx dx. ഈ ഒരു ഇന്റഗ്രലും നമ്മൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്തതുപോലെ തന്നെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അവിടെ പ്രൊഡക്റ്റ് റൂൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്തതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളൂ? നേരത്തെ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് f of x into cos nx ആയിരുന്നു. ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്
എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ആണ്. സോ നേരത്തെ ഇവാലുവേറ്റ് ചെയ്ത അതേ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് ബി എൻ ഇസ് ഇക്വൽ ടു 1/n. സോ ടോട്ടലി നമ്മൾ എ നോട്ട്, എ എൻ, ബി എൻ മൂന്ന് കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്തു. സോ ഫോറിയർ സീരീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ടുള്ള ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ എ നോട്ടിന്, എ എന്നിന്, ബി എന്നിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ നോട്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്ലസ് ബി എന്നിന്റെ വാല്യൂ എ എന്നിന്റെ വാല്യൂ 1 മൈനസ് 1/n/n²π, അതേപോലെ ബി എന്നിന്റെ വാല്യൂ 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗിവൺ ഫോറിയർ സീരീസ് കിട്ടും ഓൺ ദ ഇന്റർവൽ -π 5.